വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തിരിക്കുക അല്ലേ? സിമ്പിൾ അല്ലായിരുന്നോ? ശരി, ആർക്കെങ്കിലൊക്കെ ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരൊന്നും കൂടി നന്നായിട്ട് പഠിച്ചിരിക്കുക. ഇന്ന് നമ്മൾ വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇത്രയും എന്താ പറയുക ടെസ്റ്റിന് വേണ്ടി കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇത്തിരി ടഫായിട്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ ചെറിയൊരു ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. എന്താണെന്നറിയോ, നമ്മുടെ ഈ വീടിൻ്റെ അകത്ത് കാണുന്ന കുറേ സാധനങ്ങളുണ്ട്. എത്ര പേർക്ക് എല്ലാ സാധനങ്ങളുടെ പേരറിയാം? എല്ലാം അല്ല, ഒരുവിധമൊക്കെ. നമുക്കിത് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ടിൽ കാണുന്ന എന്തുട്ടാ? വാതിലാണ് അല്ലേ? വാതിൽ നമ്മൾ ചില സെന്റൻസുകളിലൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ വാതിലിനെ പറഞ്ഞത്? ദർവാസ. എഴുതി വെച്ചോട്ടെ, എല്ലാത്തിൻ്റെ അർത്ഥങ്ങൾ എഴുതി വെച്ചോ. കുറച്ചധികം വാക്കുകൾ, അധികമൊന്നുമില്ല, ഒരു 10-20 സെന്റൻസുകൾ കാണും വീടിൻ്റെ അകത്തുള്ള കുട്ടി കുട്ടി സാധനങ്ങൾ. ഓക്കെ, വാതിൽ, ദർവാസ. അപ്പൊ ജനലിന് എന്താ പറയുന്നത്? കിടക്കി അല്ലേ? ഇതും ഞാൻ ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ശരി, ഇനി നമ്മുടെ ടാപ്പിന് എന്താ പറയുന്നത്? വെള്ളം വരുന്ന പൈപ്പിന്, ടാപ്പിനെ പറയുന്നത് നൾ എന്നാണ്. നൾ. ഓക്കെ, ഇനി ബക്കറ്റിന് എന്താ പറയാ? ബാൾട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ബക്കറ്റിൽ കപ്പ് ഉണ്ടാവും, കപ്പിന് എന്താ പറയാ? മഗ്. മനസ്സിലായോ? ശരി, ഇനി സോപ്പിന് എന്താ പറയാ? സാബൂൻ എന്ന് പറഞ്ഞാൽ സോപ്പ്. ഇനി ചീപ്പിന് എന്താ പറയാ? കങ്കി. കേട്ടോ, ചീപ്പിനെ പറയുന്നതാണ് കങ്കി. ഇനി കണ്ണാടി, ഐന. ഓക്കെ, ഐന കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ കണ്ണട എന്താ പറയാ? ചഷ്മ. എല്ലാവരും കേട്ട് കാണുമായിരിക്കും അല്ലേ? ചഷ്മ, അതാണ് കണ്ണട. ഓക്കെ, ഇനി ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അലമാരി ഉണ്ടല്ലോ, അലമാര. നമ്മൾ മലയാളത്തിൽ അലമാര എന്ന് പറയാം, ഹിന്ദിയിൽ അലമാരി എന്നാ പറയാം. ഓക്കെ, ഈസി അല്ലേ? ഇനി കട്ടിലിനാണെങ്കിലോ പലങ്ക് എന്ന് പറഞ്ഞാൽ കട്ടില്. പിന്നെ മെത്തയാണെങ്കിലോ ഗദയല്ല കേട്ടോ. ഗദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തയും, ഗദ എന്ന് പറഞ്ഞാൽ കഴുതയുമാണ്. എഴുത്തിന് രണ്ടും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ, മെത്ത, കിടക്ക, ഗദ. ഓക്കെ, ശരി. അപ്പൊ തലയിണയ്ക്ക് എന്താ പറയുന്നേ? തക്കിയ. മനസ്സിലായോ? പുതപ്പാണെങ്കിലോ പുതപ്പിന് കമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു കട്ടിയുള്ള പുതപ്പിനെ കേട്ടോ. കട്ടിയില്ലാത്തതിന് സാധാരണ ഒരു ബെഡ്ഷീറ്റ് പോലത്തെ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? ചാദർ എന്നാ പറയാ. ഓക്കെ, കമ്പൽ, ചാദർ. ഓക്കെ, നെക്സ്റ്റ് സാധാരണ നമ്മുടെ മേശ, കസേര, മേജ്, കുർസി. ഞാൻ ഈ പറയുന്നത് പലതും നമ്മൾ സംസാരത്തിൽ യൂസ് ചെയ്യില്ല. മേശനെയൊക്കെ നമ്മൾ എന്താ പറയുക, ടേബിളിൽ തന്നെയല്ലേ പറയുള്ളൂ. കുർസി, ബൈട്ടോ, കുർസിയൊക്കെ യൂസ് ചെയ്യും. എന്നാലും അറിഞ്ഞിരിക്കണം അല്ലേ? നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് കണ്ടാലും എന്ത് ചോദിച്ചാലും അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടി മാത്രം പറയുന്ന കേട്ടോ. ഓക്കെ, മേച്ച്, കുർസി ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. ഇനി ക്ലോക്ക്, വാച്ച്, അതിനെന്താ പറയാ? ഗഡി അല്ലേ? ഫാനി ആണെങ്കിലോ പങ്ക. ഓക്കെ, ഇനി ചില വീട്ടിലൊക്കെ ഊഞ്ഞാലുണ്ടാവും അല്ലേ? ഊഞ്ഞാലിന് എന്താ പറയാ? ജൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഞ്ഞാല്. അപ്പൊ ഊഞ്ഞാല് കെട്ടുന്ന രസിയോ, കയറിനെ പറയുന്നത് രസി. ഓക്കെ, ഇനി എന്തുവാ? നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിന്റെ പേര് പറയാം. ഷൂവിന് എന്താ പറയണേ? ജൂത്ത. ഓക്കെ, ജൂത്ത പാനലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂ ഇടൂ എന്നാണ് കേട്ടോ. ഞാൻ നാളെ പറഞ്ഞില്ലേ, കപ്പട പാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് ഇടൂ എന്നാണ്. ഓക്കെ, ശരി. ഇനി എന്താ നമ്മുടെ വീട്ടിലല്ലേ? കേട്ടൻ അല്ലേ? കേട്ടൻ ഉണ്ടാവും. കേട്ടൻ എന്താ പറയാ? പർദ്ദ. ഓക്കെ, ഇനി നൂലിന് എന്താ പറയാ? നൂല്, സൂചി, ധാഗ. സൂചിനെ സൂയി. ഓക്കെ, ധാഗ, സൂയി. ഓക്കെ, ഇനി നമ്മൾ കൊതുകളെ വീട്ടിലൊക്കെ കൊതുവല യൂസ് ചെയ്യും അല്ലേ? കൊതുകുവലന് എന്താ പറയാ? മച്ചർദാനി എന്ന് പറഞ്ഞാൽ കൊതുകുവല. അപ്പൊ കൊതുകിന് എന്താ പറയാന്ന് മനസ്സിലായോ? കൊതുകുള്ള വീട്ടിലെങ്കിൽ കൊതുക് നമ്മുടെ വീട്ടിലുണ്ടാവും അല്ലേ? എന്നാ ആ പേരും കൂടി എഴുതി വെച്ചോ. മച്ചർ എന്ന് പറഞ്ഞാൽ കൊതുക്, മക്കി എന്ന് പറഞ്ഞാൽ ഈച്ച. കേട്ടോ, ഇതിൽ പെടുത്തേണ്ടതല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇരുന്നോട്ടെ നിങ്ങളുടെ നോളജിലോട്ട്. കേട്ടോ, ശരി. ഇനി അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ? മച്ചർദാനി. ഇനി അതുപോലെ തന്നെ ഹിന്ദിക്കാരി ഈ സാരി എന്താ പറയാന്നറിയോ? സാഡി. നമ്മളത് വിചാരിച്ചിട്ട് സാഡി എന്ന് പറയേണ്ട കാര്യമില്ല, നമ്മുടെ സാരി തന്നെ മതി കേട്ടോ. സാരിനെ അവർ പറയുന്നത് സാഡീന. ഓക്കെ, ഇനി മെഴുകുതിരിന് എന്താ പറയാന്നറിയാം? മോബത്തി. ഓക്കെ, മോബത്തി എന്ന് പറഞ്ഞാൽ മെഴുകുതിരി. അപ്പൊ ചന്ദൻ തിരിയോ? അഗർബത്തി. ഓക്കെ, അഗർബത്തി എല്ലാവരും കേട്ട് കാണും അല്ലേ? അഗർബത്തി, മോബത്തി. ഇനി എന്താ? ഇത് കത്തിക്കുന്ന സാധനത്തിന് തീപ്പിടിന് എന്താ പറയാ? മാച്ചസ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ
ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര ഐറ്റം, ഇത് കുറച്ചുണ്ട് കേട്ടോ, അറിയാത്തവരെ സംബന്ധിച്ച് ഇത് പഠിക്കാൻ കുറച്ചുണ്ട്, ഒന്നുമില്ല, സിമ്പിളാണ്, പക്ഷെ പഠിച്ചെടുക്കാം. ഇനി പലരും വിചാരിക്കുന്നുണ്ടാവും കുറേ സാധനങ്ങൾ വിട്ടുപോയി. കുറേ സാധനങ്ങൾ കൂടുതൽ വിട്ടുപോയത് എവിടെയാണെന്ന് അറിയോ? കിച്ചണിലാണ്. അത് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരു ക്ലാസ് തന്നെയുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ കിച്ചണിലെ ഐറ്റംസ് എന്താണെന്ന് നോക്കാം കേട്ടോ. എന്നും പറയണ പോലെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. അടുത്ത ക്ലാസ്സിലാണ് കേട്ടോ. ബൈ.